ഹായ്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ വേണം, ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ ഞാൻ ചെയ്താലും സത്യമാണ്. എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ തന്നെയാണ്. ശരിയാവും ഇല്ലേ, സോഫ്റ്റ് ഉണ്ടാവൂ, പിന്നെ ഉണ്ണിയപ്പം പ്രത്യേകിച്ച് ചട്ടിയിൽ നിന്ന് പോരുമോ, നമ്മുടെ കൂട്ട് ശരിയായില്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കും, ചട്ടിയിൽ നിന്ന് പോരില്ല, കാണാൻ ഒരു ഭംഗിയില്ലാണ്ടിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഫുൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കട്ടെ ഈ ഒരു അളവിൽ. അപ്പോൾ എൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിന് ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്താറില്ല. മെയിനായിട്ട് ചേർത്തുന്നത് റവ, മൈദ, ശർക്കര, നാളികേരക്കൊത്ത്, നെയ്യ്, പിന്നെ മൈസൂർ പഴം, ഏലക്കായ, പിന്നെ നമുക്ക് ഇത് വറുത്ത് കോരാനുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, ഓയിൽ, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഓരോരുത്തർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ഒരു 10-200 ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഞാൻ കുഴച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഒരു ഡപ്പയിൽ ഫ്രിഡ്ജിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയടിക്കല്ല ഉണ്ടാക്കല്, ഒരു 10 15 നമുക്ക് അപ്പുറത്തേക്ക് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ. കഴിക്കാൻ തോന്നുമ്പോൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ഉണ്ടാക്കുക. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ നമ്മുടെ ഈ ഉണ്ണിയപ്പം മാവ് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വേണ്ടി ഞാൻ കുറച്ച് മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പറയാൻ മറന്നിട്ട്, ഇന്ന് നാളികേരക്കൊത്ത്, നമ്മൾ കൊട്ടത്തേങ്ങ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തൃശ്ശൂർ നാട്ടിൽ എല്ലായിടത്തും അറിയുന്ന ഈ വെള്ളം വറ്റി എടുക്കുന്ന നാളികേരില്ലേ, അതായിരിക്കും കേട്ടോ ഈ ഉണ്ണിയപ്പത്തിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഈ ഉണ്ണിയപ്പം നല്ല ചൂടെണ്ണയിലേക്ക് ഒഴിച്ചു. നമ്മൾ തീ എപ്പോഴും നമ്മുടെ കയ്യിൽ കൺട്രോളിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളു വേവില്ല, മുരിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ തീ എല്ലായിടത്തും ഒരേപോലെ കിട്ടണമെന്നായിരിക്കും നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട ഒരു നല്ല, നമ്മളിതിൽ വേറെ കെമിക്കലുകളായിട്ടുള്ള ഒന്നും